ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഏതൊരു ഈവനിങ് വ്ളോഗാണ്. വൈകുന്നേരത്തെ കുറേ വിശേഷങ്ങളും വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പിറ്റേ ദിവസത്തെ കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രിപ്പറേഷൻസ് ചെയ്ത് വെച്ച എല്ലാ ദിവസവും ചെയ്യലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ച ഒരു ദിവസത്തെ വീഡിയോ ആണ്. അപ്പം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിപ്പോൾ വൈകുന്നേരത്തെ ഒരു സമയമാണ് കേട്ടോ. ചായയും പ്രയറൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ്. അപ്പം അതിനുശേഷം ഞാനൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ വൈകുന്നേരത്തെ ജോലികളെന്ന് പറഞ്ഞാൽ ഇടിയപ്പം ഉണ്ടാക്കാനുണ്ട്, പിന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം, അതുപോലെ അടുത്ത ദിവസത്തിന് വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം, പിന്നെ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി ഇടണം. അതുപോലെ വീട് മൊത്തം നമ്മളൊരു രാവിലെ പിക്കപ്പ് ചെയ്യില്ലേ, അതേപോലെ ഒന്ന് ക്വിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടുക. പിന്നെ അതുപോലെ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇത്രേ കാര്യങ്ങളുള്ളൂ കേട്ടോ വൈകുന്നേരത്തെ ലിസ്റ്റിൽ. അപ്പോൾ വേഗം തന്നെ പണികൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ ഉച്ചയ്ക്ക് കഴുകി വെച്ച പാത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ തന്നെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കിച്ചൺ ടവൽസ് ഒന്നും ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കിച്ചൺ ടവൽസ് ഇടുകയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കെറ്റിൽ എപ്പോഴും ചൂടുവെള്ളം ഉണ്ടാവും കേട്ടോ. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ചൂടുവെള്ളം ഉണ്ടാവും. അപ്പം തീരുന്നതനുസരിച്ച് ഞാൻ ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ ഇതുപോലെ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനാണെങ്കിലും അതുപോലെ നമ്മൾക്ക് കുടിക്കാനാണെങ്കിലും തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുമ്പോഴാണെങ്കിലും ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണല്ലോ. പിന്നെ ഇതാ അടുത്ത കൗണ്ടർ ടോപ്പും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് ഒതുക്കിയിടുകയാണ് കേട്ടോ. ഞാൻ മുന്നേ കാണിച്ചിട്ടില്ലേ, ഈ ഒരു ഓർഗനൈസർ ഒത്തിരി ഹെൽപ്ഫുള്ളാണ് കേട്ടോ നമ്മുടെ പാൻസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൽ നോൺ സ്റ്റിക്കിൻ്റെയും സ്റ്റീലിൻ്റെയും ഇരുമ്പിൻ്റെയും എല്ലാം പാൻസ് നല്ല ഈസി ആയിട്ട് എനിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, കിച്ചൺ ഓർഗനൈസേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഓർഗനൈസർ ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഒത്തിരി പാൻസൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ ഇരുമ്പിൻ്റെ പാൻ, സ്റ്റീലിൻ്റെ പാൻ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസർ വാങ്ങിക്കുകയാണെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ കിച്ചൺ അത്യാവശ്യം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു, തിരിച്ചു വെക്കേണ്ട സാധനങ്ങളൊക്കെ വെച്ചു. ഇപ്പോൾ അത്യാവശ്യം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ കിച്ചൺ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇടിയപ്പം ഉണ്ടാക്കലാണ്. അപ്പോൾ നമ്മളിവിടെ പൊതുവേ വൈകുന്നേരം ഇങ്ങനെ എന്തെങ്കിലും പലഹാരമാണ് കൂടുതലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ചോറ് വളരെ അപൂർവമേ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാം. പിറ്റേ ദിവസത്തിനും കൂടി കണക്കാക്കിയാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പം ഒരു കണക്കിനൊരു പ്രിപ്പറേഷൻ പോലെ തന്നെ ആണല്ലോ അത്. അപ്പോൾ വൈകുന്നേരത്തെ കാര്യവും കഴിഞ്ഞു, രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടി ഈ ഒരു പണി കൂടെ കഴിയും. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് അത്ര വലിയൊരു പണിയില്ല കേട്ടോ. അപ്പം നല്ലപോലെ നമ്മൾ ഏതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണെങ്കിലും കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഈസി ടാസ്ക് ആവും. ഞാൻ കേട്ടിട്ടുണ്ട് ഇടിയപ്പമൊക്കെ ഫ്രീ ആയിട്ടുള്ള ഹോളിഡേയ്സിലേ ഉണ്ടാക്കുള്ളൂ എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇടിയപ്പം ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ പാത്രങ്ങൾ കുറച്ച് ചീത്തയാവും, ആ ഇടിയപ്പത്തിൻ്റെ അച്ച്, പിന്നെ നമ്മൾ ഇടിയപ്പ ചെമ്പ് തട്ടുകൾ അതൊക്കെ ഒന്ന് കഴുകാനുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് പണിയുണ്ട്. പക്ഷെ ബാക്കി എനിക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ മാവിൻ്റെ പാകത്തിലാണ് ഇതിൻ്റെ എളുപ്പം ഇരിക്കുന്നത്. കുറച്ചൊന്ന് ഹാർഡായി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം പണി പാളും, നല്ല പാടായിരിക്കും. പക്ഷേ കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കുവാണെങ്കിൽ എളുപ്പത്തിൽ തിരിച്ചെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് തക്കാളി, സവാള, പച്ചമുളക് ഇങ്ങനത്തെ വെജിറ്റബിൾസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും. അപ്പോൾ ഞാൻ വിചാരിച്ചു തക്കാളിയും പച്ചമുളകും ഒന്ന് നല്ലപോലെ കഴുകി ഉണക്കി അങ്ങ് വെക്കാം. പിന്നെ ഓരോ സമയത്തും എടുത്ത് കഴുകാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ആ ഒരു പണിയും കൂടി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ ഞാനിങ്ങനെ അധികമൊന്നും പ്രിപ്പറേഷൻസ് ചെയ്യാത്ത ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നാളുകളായിട്ടാണ് ഇങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു തുടങ്ങിയത്. അങ്ങനെ ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം മനസ്സിലായത് കേട്ടോ. അപ്പം അതിന് താങ്ക്സ് പറയേണ്ടത് യൂട്യൂബിനോട് തന്നെയാണ്. യൂട്യൂബിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോസിൽ കുറേ പേര്, എസ്പെഷ്യലി വർക്കിംഗ് മോംസ്, ഇങ്ങനെ പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കുന്ന വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ ചെയ്തിട്ട് അടുത്ത ദിവസം നല്ല ഈസി ആയിട്ട് പണികൾ ഫിനിഷ് ചെയ്യുന്നത് കാണുമ്പോഴത്തേനും അത് കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു വെക്കാൻ തുടങ്ങിയത്. അതല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പുറത്ത് പോവും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലായിരിക്കും നമ്മൾ ഇൻവോൾവ് ആവുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻസിന് കൂടി സമയം കണ്ടെത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കലുണ്ട് കേട്ടോ. പിന്നെ അത്രയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നാൽ മാത്രമേ പ്രിപ്പറേഷൻസ് ഇല്ലാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ പ്രിപ്പറേഷൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ എന്തായാലും ഒരു ഉച്ച സമയമാവും നമ്മളുടെ ലഞ്ച് ഒക്കെ പ്രിപ്പയർ ആക്കി കഴിയുമ്പോൾ. കാരണം ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ നല്ലപോലെ സമയമെടുക്കും. പ്രത്യേകിച്ച് നമ്മളിവിടെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റുകൾ കുറവാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ കഴിക്കണം. ഇങ്ങനെ പുട്ട്, കടല, അതല്ലെങ്കിൽ ഇടിയപ്പം, പിന്നെ എന്തെങ്കിലും കടലക്കറിയോ മുട്ടക്കറിയോ, അങ്ങനെ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതോടുകൂടി അടുത്ത ദിവസം ഒരു 8:30, രാവിലെ 8:30 ആകുമ്പോഴത്തേനും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം തന്നെ ഉണ്ടാക്കി കഴിയലുണ്ട് കേട്ടോ. അപ്പോൾ മുന്നേ അങ്ങനെ ആയിരുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനതിൽ നല്ല ഹാപ്പിയാണ്. അപ്പം അതോടുകൂടി എനിക്ക് ഒരുപാട് സമയം ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേയും കൂടി റിലാക്സിങ് ആയിട്ടാണ് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് വർക്കൗട്ട് ചെയ്യാനാണെങ്കിലും യൂട്യൂബിൻ്റെ എഡിറ്റിംഗ് ചെയ്യാനാണെങ്കിലും ബാക്കി എന്തെങ്കിലും വായിക്കാനും പഠിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ സമയം കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത് കുറച്ച് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ളൊരു സമയമാണ്. ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ഒരു സമയത്ത് രണ്ടുപേരും ഇപ്പം സ്കൂളിൽ പോയി തുടങ്ങി. ഉച്ചയാവുമ്പോൾ അവരുടെ ക്ലാസ് തീരും. ആ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പം കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ കുറേയും കൂടി കാര്യങ്ങൾ ഈസിയായി. പച്ചമുളകും തക്കാളിയും വിനീഗറൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കും. അതിനുശേഷം നല്ലപോലെ കഴുകിയിട്ട് തുടച്ചെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വിനീഗർ തീർന്നു. അപ്പോൾ ഞാൻ ഷോപ്പിംഗ് ലിസ്റ്റിലോട്ട് വിനീഗർ ഒന്ന് എഴുതി വെച്ചതാണ് കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെ വെക്കാൻ പറ്റുന്ന മാഗ്നറ്റിക് ആയിട്ടുള്ള ലിസ്റ്റാണത്. ഇനി പെട്ടെന്ന് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ മാവ് നല്ല പോലെ കുഴച്ച് റെഡിയാണെങ്കിൽ സ്പീഡിൽ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഒരു പാടുമില്ല. പക്ഷെ മാവ് ഇച്ചിരി ഹാർഡായിട്ടുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനത് മാവ് എപ്പോഴും നല്ല സോഫ്റ്റാണെന്നും കുറച്ച് വെള്ളം മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ, പക്ഷെ ഒരുപാടായി കഴിഞ്ഞാൽ ഇടിയപ്പം ചളന്നിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു പാകം നമ്മൾ ചെയ്ത് തന്നെ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഇടിയപ്പം ആവി കയറാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചാൽ പിന്നെ ഇനി ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവുന്ന സമയം കൊണ്ട് കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ക്വിക്ക് ക്ലീനിങ്ങിൽ ബാക്കി ഉച്ചയ്ക്ക് ഉണങ്ങിയ തുണികൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ടെങ്കിൽ അതും മടക്കി വെക്കുന്നതുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും വീട് ഒരു വൃത്തിയായൊരു ഫീൽ വരില്ല അല്ലേ, തുണികൾ കൂടിക്കിടന്നാൽ. അപ്പം അന്നന്ന് നമ്മൾ ഉണങ്ങിയ തുണികൾ മടക്കി വയ്ക്കുകയാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അതൊരു വലിയ ടാസ്ക്കായിട്ട് മാറില്ല. പിന്നെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് തുണികളുണ്ടാവും. അപ്പോൾ എനിക്ക് ഡെയിലി ലോണ്ട്രി ചെയ്താൽ മാത്രമേ തുണികൾ തീരുള്ളൂ. പിന്നെ നമ്മൾ ഉണക്കുന്നതെല്ലാം ബാൽക്കണിയിലിട്ടിട്ടല്ലേ, നമ്മൾ പുറത്തഴ കെട്ടി വലിയ രീതിയിൽ ഉണക്കുന്നതൊന്നും അത്രയും സ്ഥലമൊന്നുമില്ല. അപ്പം ഡെയിലി കുറേശ്ശെ ചെയ്താൽ മാത്രമേ ഇവിടെ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി തട്ടിൽ വീണ്ടും കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ സെക്കൻഡ് ട്രിപ്പിൽ കുറച്ചധികം ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ഇടിയപ്പത്തിൻ്റെ മേലെയായിട്ട് തന്നെ ആക്കിയെടുക്കും കേട്ടോ. അല്ലാതെ ഇനിയൊരു തേർഡ് ട്രിപ്പിലോട്ടൊന്നും പോവില്ല. വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. മേലെ വയ്ക്കുമ്പോഴത്തേനും ആവി കയറി കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വിട്ട് തന്നെ കിട്ടുമല്ലോ.
അപ്പം തക്കാളിയൊക്കെ കഴുകിയിട്ട് നല്ല പോലെ ഒന്ന് ഉണക്കിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത്. അങ്ങനെയാകുമ്പോഴത്തേനും പിന്നെ നമുക്ക് തക്കാളി ആവശ്യം വരുമ്പം നേരെ അങ്ങ് എടുത്ത് യൂസ് ചെയ്യാം, ഒന്ന് കഴുകേണ്ട ആവശ്യം കൂടിയില്ല. അതുപോലെ തന്നെ പച്ചമുളകും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തു വയ്ക്കാം. ചെയ്തു വയ്ക്കുമ്പോൾ മാക്സിമം നല്ലപോലെ തുടച്ച് ഈർപ്പം മാക്സിമം കളഞ്ഞിട്ട് എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഡിന്നറിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡിന്നർ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ സ്മൂത്തിയും അതുപോലെ 2 എഗ് വൈറ്റും ആണ് കേട്ടോ. അപ്പോൾ കുറേ നാളുകളായിട്ട് ശരിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പം ഡിന്നർ എന്ന് പറഞ്ഞാൽ. എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് നല്ല ഇഷ്ടമുള്ളതുകൊണ്ടും എഗ് വൈറ്റ് നല്ല ഇഷ്ടമുള്ളതുകൊണ്ടും എനിക്കൊരു മടുപ്പ് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം എല്ലാവരും ഇടിയപ്പം കഴിക്കുമ്പോൾ നല്ല വിശപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഈ ഒരു സ്മൂതി എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ അത്രയും കൊതി തോന്നുവാണെങ്കിൽ ചിലപ്പം ഒരു ഇടിയപ്പമൊക്കെ ജസ്റ്റ് കഴിക്കും. അതല്ലെങ്കിൽ ഇത് തന്നെ വെച്ചിട്ട് എൻ്റെ ഡിന്നർ ഫിനിഷ് ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ മാക്സിമം 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മളുടെ ഡിന്നർ വൈൻഡപ്പ് ചെയ്യാൻ നോക്കലുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഏറ്റവും നേരത്തെ ഡിന്നർ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ വീടൊക്കെ പെട്ടെന്നൊന്ന് ഒതുക്കിയിടാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ എല്ലാ ദിവസവും പറ്റലില്ല കേട്ടോ. നമുക്ക് കുറച്ച് സമയമൊക്കെ ഉള്ളൊരു ദിവസമാണെങ്കിൽ ഇങ്ങനെ സമയമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ പിന്നെ ക്വിക്ക് ക്ലീനിങ് പിറ്റേ ദിവസം തന്നെ ചെയ്യലുള്ളൂ. എന്നാലും കിടക്കുന്നതിന് മുന്നേ പെട്ടെന്നൊന്ന് സിറ്റിംഗ് റൂമൊക്കെ ഒന്ന് നേരെയാക്കി ഇടാൻ പറ്റിയാൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ദിവസം എന്തായാലും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വീട് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അടിക്കലും തുടക്കലും അല്ല, പക്ഷെ സാധനങ്ങളൊന്ന് നേരെ നമ്മുടെ സോഫയാണെങ്കിലും കുഷൻസ് ആണെങ്കിലും പിന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് പേപ്പറോ ടോയ്സോ ഒക്കെ ഒന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് തിരിച്ച് വെച്ചാൽ തന്നെ നമ്മുടെ വീട് കാണാനൊരു പ്രത്യേക ഒതുക്കവും ഭംഗിയൊക്കെയാണ് അല്ലേ. പിന്നെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന ടാസ്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻഡോറിലുള്ള ചെടികളൊക്കെ തന്നെ ഒന്ന് പെട്ടെന്ന് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാൽക്കണിയിൽ വെച്ചിരിക്കുന്നത് ഞാൻ മിക്കവാറും മോളുടെ അടുത്താണ് പറയുക. അപ്പോൾ അവൾ രാത്രി കിടക്കുന്നതിന് മുന്നേ പെട്ടെന്ന് പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കും. ഒന്നിനും ഒഴിച്ചില്ലെങ്കിലും നമ്മളുടെ വേപ്പിനും പുതിനയ്ക്കും എന്തായാലും നിർബന്ധമായിട്ട് ഒഴിക്കണമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ബീഫ് ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. എൻ്റെ ഡിന്നർ എഗ് വൈറ്റും പൈനാപ്പിൾ സ്മൂതിയും. പിന്നെ അടുത്ത ദിവസത്തിന് അച്ചിങ്ങ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ പരിപ്പ് കറിയാണ്. അത് പിന്നെ രാവിലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ബാക്കിയുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ തന്നെ കഴുകി വെച്ചു. കിച്ചണൊക്കെ നീറ്റാക്കി ഇട്ടു. അങ്ങനെ നമ്മുടെ ലിവിങ് റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്കി റൂംസിലൊക്കെ അത്യാവശ്യം പെട്ടെന്ന് പോയിട്ടൊന്ന് ഒതുക്കിയിടുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് ലിസ്റ്റിലില്ലാത്തൊരു പണിയും കൂടി എനിക്കുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് എൻ്റെ വാക്കിംഗ് അന്നത്തെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് വാക്കിങ്ങിന് പോകുന്നത്. ഒരു 30 മിനിറ്റ്സ് വാക്കിംഗ് പെൻഡിങ് ഉള്ളതും കൂടി ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ, പ്രിപ്പറേഷൻസും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിന് തൊട്ടടുത്ത ദിവസവും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ വീഡിയോ ആയിരിക്കും മിക്കവാറും നാളെ വരുന്നത്. അപ്പോൾ മാക്സിമം നാളെ തന്നെ വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം. അതുവരേക്കും ബൈ.